ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചിക്കൻ വിങ്ങ് ഞാൻ ഓവനിലാണ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ഔട്ട്സൈഡും ജ്യൂസി ഇൻസൈഡും ആയിട്ടുള്ള ഈ ചിക്കൻ വിങ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 2 കിലോയോളം ചിക്കൻ വിങ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്താണ്. അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം പെപ്പർ പൗഡർ, ഓണിയൻ പൗഡർ, ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യുമ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിത് പുരട്ടി, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു 30 മിനിറ്റ്സോളം മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓവനിൽ ഒരു 350 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഈച്ച് സൈഡ് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് അതിൻ്റെ സർഫസൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ബ്രോയിലയിൽ അല്ലെങ്കിൽ ഗ്രിൽ ഓപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓവനിൽ വെച്ച ശേഷം നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂണോളം ചതച്ച മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബാർബിക്യൂ സോസാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഒരു 1/2 കപ്പോളം ഹോട്ട് സോസ് അല്ലെങ്കിൽ ബഫലോ വിങ് സോസ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈ സോസ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പും വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം ബാർബിക്യൂ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാർബിക്യൂ സോസ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും 1 ടീസ്പൂണോളം ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്. ടേസ്റ്റിനനുസരിച്ച് സോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിക്കൻ വിങ് ഒക്കെ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാതെ തന്നെ ഇത് നല്ല ക്രിസ്പി ഔട്ട്സൈഡും ജ്യൂസി ഇൻസൈഡൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ സോസിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഈസി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ ബാർബിക്യൂ സോസും ഹോട്ട് സോസും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോളറൻസിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.